കോതമംഗലം ചേലാട് കള്ളാട്ടിലെ സാറാമ എലിയാസ് കൊലപാതകത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ സംഘം സാറാമയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുമായും ഉദ്യോഗസ്ഥർ കൂടിയാലോചനകൾ നടത്തി. അന്വേഷണം CBIക്ക് വിടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സാറാമയുടെ മകൻ എൽദോസ്. മാർച്ച് 25-ന് പട്ടാപ്പകൽ വീട്ടിനുള്ളിൽ വെച്ചാണ് ചെങ്ങമനാട്ട് സാറാമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ആഭരണങ്ങൾ കവരുകയും ചെയ്തത്. ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുരോഗതിയില്ലാതെ വന്നതോടെ സ്വാഭാവിക നടപടി എന്ന നിലയിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. കൊലപാതകം നടന്ന 4 മാസം തികയുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ആരംഭിച്ചത്. DYSP റിജോ P. ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഇവർ സാറാമയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മകൻ എൽദോസുമായും സംസാരിച്ചു. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഒരു തെളിവും ലഭിച്ചില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി എൽദോസ് പറഞ്ഞു. എൻ്റെ മാതാവ് മരിച്ചിട്ട് ഈ 25-ാം തീയതി ആകുമ്പോഴത്തേക്ക് 4 മാസം ആവുകയാണ്. കേസിന് യാതൊരു പുരോഗതിയില്ല. ഇന്നാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നത്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരന്വേഷണം തുടങ്ങി. അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൽ 6-8 പേരുണ്ടെന്നാണ് പറഞ്ഞത്. അവരും കോതമംഗലം പോലീസായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകും എന്ന് ഇന്ന് വന്ന് എന്നെ അറിയിച്ചു. അവർ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് പോയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അല്ല CBI ആണ് കേസ് അന്വേഷിക്കേണ്ടതെന്ന കുടുംബത്തിന്റെ ആവശ്യം എൽദോസ് ആവർത്തിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കോതമംഗലത്തെ മറ്റ് കേസുകൾ പോലെ ആകുമോ എന്ന ആശങ്കയാണ് കുടുംബത്തിനുള്ളത്. ആരന്വേഷിച്ചാലും അമ്മയെ കൊലപ്പെടുത്തിയവരെ എത്രയും വേഗം കണ്ടുപിടിക്കണമെന്നാണ് ആവശ്യം. എൻ്റെ ആവശ്യം ഇപ്പോഴും CBIയിലേക്ക് പോകണമെന്ന് തന്നെയാണ്. CBIയിലേക്ക് പോയാലാണ് ഇതിനൊരു തുമ്പുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. യാതൊരു പുരോഗതി ഇല്ലയെന്നാണ് ഇതുവരെ അവരെ അറിയിച്ചേക്കുന്നത്. യാതൊരു തെളിവുകളും അവർക്ക് കിട്ടിയിട്ടില്ല. സാറാമ കൊലപാതകത്തിൻ്റെ അന്വേഷണത്തിൽ കോതമംഗലം പോലീസ് പൂർണ്ണമായി പരാജയപ്പെടുകയായിരുന്നു. ആദ്യഘട്ട അന്വേഷണത്തിലുണ്ടായ ചില വീഴ്ചകളാണ് തിരിച്ചടിയായത്. പ്രതിയെന്ന് സംശയിച്ച് ചിലരെ ദിവസങ്ങളോളം കസ്റ്റഡിയിൽ വച്ച് ചോദ്യം ചെയ്തിരുന്നു. സമാന രീതിയിൽ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളവരെ കേന്ദ്രീകരിച്ചും അന്വേഷിച്ചു. കള്ളാട്ടിലൂടെയും സമീപ പ്രദേശങ്ങളിലൂടെയും അന്നേ ദിവസം കടന്നുപോയ ആയിരക്കണക്കിന് ആളുകളുടെ ഫോൺ കോൾ രേഖകളും പോലീസ് പരിശോധിച്ചിരുന്നു. എന്നാൽ സാറാമയുടെ വീട്ടിലേക്ക് വരികയോ പോകുകയോ ചെയ്ത ആരെക്കുറിച്ചും ഒരു സൂചനയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആസൂത്രിതമായതിനാലാണ് തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ കൊലപാതകം നടത്തി പ്രതികൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞതെന്നാണ് നിഗമനം. മോഷണം മാത്രമാണോ കൊലപാതകത്തിൻ്റെ ലക്ഷ്യമെന്ന കാര്യത്തിലും സംശയങ്ങൾ ഉയർന്നിരുന്നു. ഇക്കാര്യവും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ചെറുവട്ടൂരിലെ നീനി വധക്കേസ്, അയിരൂർപ്പാടത്തെ ആമിന വധക്കേസ് എന്നിവയാണ് കോതമംഗലത്തു നിന്നും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലുള്ള മറ്റു കേസുകൾ. വർഷങ്ങളോളം അന്വേഷിച്ചിട്ടും ഈ കേസുകൾ തെളിയിക്കാൻ കഴിയാതിരിക്കെയാണ് മറ്റൊരു സ്ത്രീ കൊലപാതക കേസ് കൂടി ക്രൈംബ്രാഞ്ചിൻ്റെ പക്കലെത്തുന്നത്. KCB ന്യൂസ്, കോതമംഗലം.